അപ്പോഴാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഈ അന്തരം, ഈ ഞാൻ വെളിച്ചമാകുന്നു, നമ്മൾ ഇരുട്ടാവും. ദൈവം വിശുദ്ധനാകും, നമ്മൾ അത് നിങ്ങൾ തന്നെ പറയാറില്ലയോ? എന്താ പറയുന്നേ? അങ്ങനല്ല പറയുന്നത്. അങ്ങനെ പറയുന്നത് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പിന്നെന്താ പറയുന്നത്? നീ പരിശുദ്ധനാകുന്നു, നീ ക്രൂശിക്കപ്പെട്ടവനെ അനുഗ്രഹിക്കണം. ഓക്കെ. ഇനി നമ്മളെ പറ്റി എന്താ പറയുന്നത്? പാപികളും ബലഹീനരും പാപികളുമായി ദോഷികളുമായിരിക്കും ഞങ്ങൾക്ക് വേണ്ടി, അല്ലേ? അപ്പം നോക്കിയേ, അതിനകത്ത് തന്നെ കാര്യമല്ലോ, ദൈവത്തിന്റെ പരിശുദ്ധി നമ്മുടെ പാപത്തെ നമ്മൾ തന്നെ വെളിപ്പെട്ടല്ലോ. നമ്മുടെ നാവ് തന്നെ സാക്ഷ്യം പറഞ്ഞില്ലേ, നീ പരിശുദ്ധനും ഞാന് സമ്മതിച്ചല്ലോ. അപ്പൊ ഇനി ഒരു ചോദ്യം, ഈ പരിശുദ്ധനായിരിക്കുന്ന ദൈവവും പാപിയായിരിക്കുന്ന മനുഷ്യനും കൂടെ ഒന്നാകാൻ പറ്റുമോ? സത്യമാണേ. അപ്പോൾ ഞാൻ യഹൂദനാന്ന് പറഞ്ഞതുകൊണ്ടോ, ഞാൻ യവനാന്ന് പറഞ്ഞുകൊണ്ടോ, ഞാൻ കാളകളെ അറുത്തെന്ന് പറഞ്ഞതുകൊണ്ടോ എന്റെ പാപത്തിന് മാറ്റം വരുന്നില്ല, ദൈവത്തിന്റെ വിശുദ്ധിക്ക് മാറ്റം വരുന്നില്ല. അപ്പൊ നോക്കിയേ, നമ്മൾ ഇത്രയും യാഗങ്ങളും യഹൂദനാന്നുള്ള നിയമപ്രകാരം നമ്മൾ അവിടുന്ന് വന്നവരാണെങ്കിലും ആ യഹൂദ പാരമ്പര്യപ്രകാരം മതപ്രകാരം നമ്മൾ ജീവിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ പാപി എന്നേ വരത്തുള്ളൂ. എന്ന് വെച്ചാൽ ദൈവമായിട്ട് നമുക്ക് ബന്ധം ഇല്ലല്ലോ. കാരണം ദൈവം വിശുദ്ധനും നമ്മൾ പാപിയും.